850 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു എയർക്രാഫ്റ്റിൽ കയറിയിരുന്ന് ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ 850 കിലോമീറ്റർ വേഗതയിലാണ് ഈ കുന്തം പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തേയില്ല. എന്നാൽ സ്തോത്രം 25 കിലോമീറ്ററിൽ പോകുന്ന ഓട്ടോറിക്ഷയാണെങ്കിൽ നിങ്ങൾ നന്നായി അറിയാം. റോഡിൽ എത്ര കുഴിയുണ്ടെന്ന് വളരെ നന്നായിട്ട് അറിയാം. ഓട്ടോ എങ്ങോട്ടാണോ വലയുന്നത് അതുപോലെ നിങ്ങൾ വലയും. ഞാൻ പറയട്ടെ, കൃപയിലുള്ളതായ ജീവിതത്തിൽ അവന്റെ പ്രസൻസിൽ ജീവിച്ചാൽ, അവന്റെ സാന്നിധ്യത്തിൽ ജീവിച്ചാൽ ആ പോരാട്ടം നീ അറിയത്തു പോലുമില്ല. അറ്റൻഷൻ നീ അറിയത്തു പോലുമില്ല. യുദ്ധം നീ അറിയത്തില്ല. കാരണം നിന്നെ കവർ ചെയ്യുന്ന എൻവിയോൺമെന്റ് അതാണ്. നിന്നെ മൂടിയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അതാണ്. അതറിഞ്ഞെങ്കിൽ എന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് നീ തൊലഞ്ഞേനെ. ആ പ്രശ്നം നിന്റെ മേൽ വന്ന അറിഞ്ഞെങ്കിൽ എന്നേ നീ തകർന്നു പോയേനെ. എന്നാൽ ഇത് പകൽക്കാലം സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അസ്വസ്ഥതയിൽ ജീവിക്കാനല്ല. പോരുകളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഹല്ലേലൂയ, അക്സെപ്റ്റ് ചെയ്യാത്തതായ ജനമുണ്ട്. പക്ഷേ അതിന്റെ നടുവിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് എൻ്റെ അപ്പൻ എങ്ങനെയിരുന്നോ അതുപോലെയാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ അപ്പൻ എങ്ങനെയുള്ള ദൈവമോ? എൻ്റെ അപ്പൻ അസ്വസ്ഥതയുടെ ദൈവമല്ല, അവൻ സ്വസ്ഥതയുടെ ദൈവമാണ്.